വിദേശ ടൂർണമെന്റും അഖിലേന്ത്യാ സെവൻസും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പും ഉൾപ്പെടെ പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബ്ബ് ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ക്ലബ്ബ് ആവിഷ്കരിച്ച പദ്ധതികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ വർഷം ഖാദർ അലി ക്ലബ്ബ് നടപ്പാക്കുന്ന വിവിധ പരിപാടികൾ ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിവരിച്ചു. 53ാമത് ഖാദർ അലി ടൂർണമെന്റ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കും. ക്ലബിന്റെ 3ാമത്തെ വിദേശ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടത്തും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചതായും ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് പറഞ്ഞു. 53ാമത് ടൂർണമെന്റ് വരുന്ന ഡിസംബർ മാസത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, അടുത്ത വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് വിദേശത്ത് നടത്തുന്ന 3ാമത്തെ ടൂർണമെന്റ് അവിടുത്തെ പ്രവാസി സംഘടനയുടെ സഹകരണത്തോടു കൂടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരോട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട്. അടുത്ത ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ ആ ടൂർണമെന്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കും. വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഒരു വർഷത്തെ പദ്ധതികൾ തീരുമാനിച്ചത്. ടൂർണമെന്റുകളിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത്. ഇതിൽ 14 വൃക്ക രോഗികൾക്ക് മുടങ്ങാതെ പ്രതിമാസം ധനസഹായം നൽകി വരുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയും തുടരും. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ക്ലബ്ബ് അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡുകൾ നൽകും. കുടുംബ സംഗമവും നടത്തുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. കിഡ്നി രോഗികൾക്കുള്ള സഹായം അത് കഴിഞ്ഞ 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഇന്ന് തുടങ്ങുമ്പോൾ 32 ആൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ 42ഉം ഈ അടുത്ത മാസമാകുമ്പോൾ 2 കൂടി കൂടാനുള്ള സാധ്യത ഉണ്ട്. കൊടുത്തിരുന്ന ആളുകൾ തന്നെ കുറേ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കിഡ്നി രോഗികൾ അവർക്ക് മാസാന്തരം 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് 5-ാം തീയതി ഞങ്ങൾ യോഗം ചേരും. ഒരു 7-ാം തീയതി ഒക്കെ ആകുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വെച്ചിട്ടുള്ള പെൻഷൻ സംവിധാനം അത് വിജയകരമായി നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക. ഒപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ അതും നല്ല ഒരു സംവിധാനമായിട്ട് തന്നെയാണ് ക്ലബ്ബ് കാണുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി, ട്രഷറർ മണ്ണിൽ ഹസൻ, H മുഹമ്മദ് ഖാൻ, C മുസ്തഫ, അസീസ് മണ്ണേങ്ങൽ, MK കുഞ്ഞയമു, യൂസഫ് രാമപുരം, കുറ്റീരി മാനുപ, EK സലീം, P നാസർ, EK നവാസ്, പാറയിൽ കരീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ വിദ്യാഭ്യാസം LKG മുതൽ +2 വരെ വിജയകരമായി പൂർത്തിയാക്കാം. ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ISS സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നയാകുറിശി.